മനസ്സിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ ശിവയ്ക്ക് മുറിവേൽക്കുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെക്കടാ. ആശുപത്രിയിൽ ശിവയെ പിന്തുടർന്ന് മനസ്സിജൻ എത്തുന്നുവെങ്കിലും മതികല ശിവയെ രക്ഷപ്പെടുത്തുന്നു. എവിടെയും കാണുന്നില്ല. അവസാനം നീ ഇതങ്ങ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചല്ലേ? അതെ സാർ, ഞാനാ മനസ്സിനെ കുത്തിയത്. ഞാൻ കീഴടങ്ങുന്നു സാർ. മനസ്സിജനിൽ നിന്ന് രക്ഷപ്പെടാൻ ശിവ പോലീസിനെ കീഴടങ്ങുന്നു. പി കേട്ടാ മതി. അതായത് നീ വന്നെന്റെ വലയിൽ ചാടിയാലും ഞാൻ നിന്നെ തേടി പിടിച്ചാലും കേസ് തെളിയണമെന്ന് എനിക്കുള്ളൂ. കുട്ടിമണിയെയും മനസ്സിജനെയും കൂട്ടി മഹാദേവൻ മാണിക്യമംഗലത്ത്. ഇപ്പോ നിന്റെ അമ്മയുടെ അവസ്ഥ എന്താ? ഭ്രാന്ത്. നിന്റെ അവസ്ഥയോ? അരവട്ട്. ബുദ്ധിയില്ല എന്ന് പറഞ്ഞ കുട്ടിമണിക്ക് ഇപ്പോ ബുദ്ധി. ഒരു കുട്ടി, അതാ മനുഷ്യന്റെ കാര്യം. പിന്നെ കുട്ടിമണിക്ക് ബുദ്ധി. പിന്നെ കൊച്ചേച്ചിയുടെ അച്ഛ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടേ ഒത്തിരി ഭക്ഷണോ ഒത്തിരി ബിക്കറ്റും ഒത്തിരി ചായയൊക്കെ തരാന്ന് പറഞ്ഞു. നിർത്തും. ഞാനിതൊക്കെ കഴിച്ചിട്ടേ പോട്ടുള്ളൂ. കൊച്ചേച്ചി കാണാ ഈ പോടി എവിടുന്ന് വേണ്ടേ? തമ്പി സാറേ, ഞങ്ങൾ വന്നല്ലോ സാർ വിളിച്ചപ്പം. ഇനി മതികലയുടെ അമ്മയൊന്ന് കാണണമെന്നുണ്ട്. കണ്ടിട്ട് ഞങ്ങൾ പോകും. പിന്നെ സൽക്കാരം മൊത്തം സ്വീകരിച്ചില്ലെങ്കിലും ഒരു കപ്പ് കാപ്പി ഇവിടുന്ന് കുടിക്കും, അതുറപ്പാ. പ്രത്യേകിച്ചും മറ്റുള്ളവരിങ്ങനെ വെല്ലുവിളിച്ച് നിൽക്കുമ്പോ. നാണമില്ലാത്തവർക്ക് പിന്നെ എന്തു ആവല്ലോ. എന്തായാലും വാ, എന്റെ ഭാര്യയെ കാണട്ടെ. വാ വാ. ഭാര്യയെ കാണണോ? പിന്നെ ജലജേ, ജലജേ, ആരാത്? ശത്രുസൈന്യമാണോ? ശത്രുസൈന്യം തന്നെയാ. ദേ, ശത്രുസൈന്യത്തിലെ 2 പേർ മുന്നിൽ നിൽപ്പുണ്ട്. നീ ഒന്ന് കണ്ടേ, നോക്ക്. നോക്ക്, എന്റെ അമ്മയുടെ ഭ്രാന്ത് കൂട്ടാനാണോ നിങ്ങൾ ഇവരെ ഇങ്ങോട്ട് വന്നത്? കൊണ്ട് പോയെല്ലാത്തിനെ, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാനൊന്ന്. അച്ഛനോട് കയ്യാങ്കളിയൊന്നും വേണ്ട. നീ പോടാ. നീയാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നിന്നെ ഞാൻ നിങ്ങൾ ഇപ്പൊ ഈ കാണിച്ചത് എന്നെ ഇവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തതിന് നിങ്ങൾ അനുഭവിപ്പിക്കും. നോക്കിയോ, നിങ്ങൾ സൽക്കരിക്കും എല്ലാത്തിനെയും. സൽക്കരിക്കാൻ തന്നെ പോകുന്നേ. അങ്ങോട്ട് മാറി നിൽക്ക് മോളെ. ഇവിടെ വന്നിരിക്കും. ചെല്ലുകുട്ടി പോടി. ശീലാവതി, ശീലാവതി, ഇതൊക്കെ എടുത്ത് ഇവർക്ക് വിളമ്പി കൊടുക്കും. എടുത്ത് കഴിക്കില്ല. ഇവർക്ക് കൊടുക്കാനാണോ? അല്ല, നിനക്ക് തിന്നാൻ. നീ പറഞ്ഞ അനുസരിച്ചാ മതി. നീ എന്തിനാ ചോദിക്കാൻ അറിയാനൊക്കെ നിൽക്കുന്നത്? എടുത്തു കൊടുക്കണി. എടുത്തു കൊടുത്താ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഇല്ലെങ്കിൽ തമ്പി സാർ ഇവിടെ തന്നെ ഇറക്കി വിടും. ഞാൻ ചിലപ്പോൾ ഇറക്കി വിടും. ഇറക്കി വിടുന്നെങ്കിൽ ഇറക്കി വിടട്ടെ. നിങ്ങൾ പൊക്കണം. നീ പൊക്കോ ശീലാവതി. ഇവിടെ നിന്ന് ഇവളെ അമ്മയെ നോക്കിക്കോളൂ. മാഡം, ഞാൻ തമ്പി സാറ് പറഞ്ഞതുപോലെ ഇവർക്ക് വിളമ്പി കൊടുക്കാം. തിന്നുന്നത് കാണാനായിട്ട് ഞാൻ നിൽക്കത്തില്ല. അന്നേരം ഞാൻ മാഡത്തിന്റെ സൈഡിൽ വന്ന് നിൽക്കാം. ആവശ്യത്തിന് കഴിക്കേ. കുഞ്ഞുമണിക്കും കൊടുത്തോ? നോക്കി നിൽക്കാതെ എടുത്ത് വിളമ്പി കഴിക്ക്. തമ്പി സാറ് പറഞ്ഞ പോലെ കാലത്തിന്റെ ഒരു പോക്കേ. കാലം ഒന്നും മാറത്തില്ലടാ. കാലം നിന്റെ കുഴിയിൽ വെക്കാൻ തുടങ്ങുക. ഞാനത് നിനക്ക് കാണിച്ചു തരാം. മോളെ, നീ പോവാണോ? എന്തെങ്കിലും കഴിച്ചിട്ട് പോടി. നിങ്ങൾ അങ്ങ് സൽക്കരിച്ചാ മതി. ഇവർക്കുള്ളത് ഞാൻ വയലോര വീട്ടിൽ ഒരുക്കി വെച്ചോളാം. മറ്റൊരു സൽക്കാരം. നിങ്ങൾ കഴിച്ചു. എന്താ കുഞ്ഞുമണിച്ചും കൂടെ തട്ടിക്കോ. ഇത് വേണോ? എടുത്തു കൊടുക്കടി. എന്റെ ദൈവമേ. നീ ചില ബിസിനസ് ഒക്കെ തുടങ്ങാൻ പോകുന്നു കേട്ടല്ലോ. ഏതാണ്ട് എസ്റ്റേറ്റ്? എസ്റ്റേറ്റ് അല്ല, റിയൽ എസ്റ്റേറ്റ്. എന്ന് വെച്ചാ നീ അതും കൂടെ പഠിച്ചാൽ ഇറങ്ങാൻ പോകും. നിങ്ങൾക്ക് എന്താണ് നീ പറയണ? എന്റെ അപ്പച്ചിയമ്മേ, അത് സ്ഥലം വിൽക്കുന്നതും വാങ്ങുന്നതും ഒക്കെ ആയിട്ടുള്ള ഇടപാടാ. അയ്യോടാ, ബ്രോക്കർ പണിയാ. അത്രയെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. എന്തായാലും നീ സ്വന്തമായിട്ടെന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചല്ലോ. അടിയനും ശാരദ പെങ്ങൾക്കും സന്തോഷമായി കാണും. അല്ലേലും ചെറുക്കന്റെ മണവണാഞ്ചിതര ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അല്ല, നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നല്ലോ അവൻ ആണല്ലായിരുന്നു എന്ന്. 2ാമത്തെ മകനായതുകൊണ്ട് അളിയൻ കുറച്ച് കൂടുതൽ കൊഞ്ചിച്ചു, അത്ര തന്നെ. എന്നിട്ട് എന്തായിടാ നീ കണ്ട സ്ഥലത്തിന്റെ കാര്യം? അതങ്ങനെ തന്നെ നിൽക്കുന്നു.
നിങ്ങൾ ഇവിടെ സഭ കൂടി ഇരിക്കണോ മനുഷ്യ? നടക്കുന്നത് എന്താണെന്നല്ലോ നിങ്ങൾ അറിയുന്നുണ്ടോ? എന്താ പൊന്നെ? പൊന്ന് തൊപ്പി. ഈ അച്ചിക്കൊന്തം തേണ്ട പെണ്ണും പിള്ളയെ കണ്ടപാടെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇരിക്കടാ അവിടെ. ആ ഇരിക്കു ചെറുക്ക. ഇരിക്കണോ? എണീറ്റ നിങ്ങള്. ഇരിക്കടാ. നിങ്ങളോട് ഞാനാ പറയേണ്ടത് എഴുന്നേക്കാൻ. എന്റെ പൊന്ന് മതി, കാര്യം പറയ. ലോകം മുഴുവൻ ചുറ്റി തിരിഞ്ഞത് പോരാഞ്ഞിട്ട് ഇപ്പൊ 2 തെണ്ടികളും കൂടി മാണിക്യമംഗലം വീട്ടിലേക്ക് വന്നേക്കുന്നു. ആരാവണ്ണേ? നിന്റെ അമ്മയും അമ്മാവനും ആണോ? നിങ്ങൾ എന്റെ വായിന്ന് കേക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട. ആ കൊച്ചേ, നീ ചുമ്മാ പൂക്കലൊത്തുള്ളാതെ കാര്യം പറ. അമ്പലവാസി വന്നായിരുന്നോ? ആ ഞാൻ പിന്നെ എവിടെ പോവാനാ കൊച്ചേ? ആ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നവർക്കെല്ലാം സത്രമാണല്ലോ വയലോരം വീട്. എന്റെ ആമ്പറന്നോനെ തെണ്ടിന്ന് വിളിക്കുന്നോടി. എടുക്കണോടി കുട്ടിച്ചൂല്. എടി എടുക്കണോന്ന്. ഇനി എടുത്താലുണ്ടല്ലോ അത് നിങ്ങളുടെ ഒടുക്കത്തെ എടുപ്പാ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ തല്ലും. അത് വേറെ കാര്യം. പിന്നെ നീ തല്ലും. തല്ലും. അപ്പച്ചമ്മ മിണ്ടാതിരുന്നേ. മതി പറയേ, എന്നതാ പ്രശ്നം? ആരാ മാണിക്യമംഗലത്തോട്ട് വന്നത്? ആ പേരുകൾ പറയാൻ പോലും എന്റെ നാക്ക് അറയ്ക്കുവോ? അയ്യോടാ, അതെന്നാ പേരാ? മനസ്സജനും പൊട്ടിമണി. അവര് മാണിക്യമംഗലത്തെത്തിയോ? വന്നെന്ന് അവിടെ വന്ന് യാതൊരു ലജ്ജയില്ലാതെ ഇരുന്ന് തിന്നുന്നു. എടി കൊച്ചേ, നീ കുറച്ചുകൂടെ മര്യാദയുടെ ഭാഷയെ സംസാരിക്കുന്നു. ഞങ്ങളുടെ മയില് കൊച്ച് സംസാരിക്കുന്നത് നടക്കുന്നതൊക്കെ നീ കണ്ടിട്ടുണ്ടോ? കണ്ടു പഠിക്കണം. പിന്നെ അതാ കുടുംബത്തിൽ പറഞ്ഞ കൊച്ചൻ. എന്റെ തനി സ്വഭാവം എടുപ്പിക്കരുത്. ആ ഇനി ഇതിലും വലിയ എന്നാ തനി സ്വഭാവം കാണാനാ? എന്റെ മതി ഒന്ന് നിർത്ത്. മനസ്സിനും കുട്ടിമണി അവിടെ വന്നതിന് മതി ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് എന്ത് ഫലം? മതിക്ക് തന്നെ അവരെ അവിടെ നിറക്കി വിടാൻ മേലായിരുന്നോ? ഇറക്കി വിട്ടേനെ ഞാൻ. പക്ഷെ എന്റെ അച്ഛനല്ലേ സൽക്കരിക്കുന്നത്? അങ്ങേര് വിവരമുള്ള മനുഷ്യനാ. വീട്ടിൽ വരുന്നവരെ സൽക്കരിക്കും. അതാ മര്യാദ. നിങ്ങൾ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ആ പെണ്ണേ, അതിങ്ങൾ നിന്റെ അമ്മയെ കാണാൻ വന്നായിരിക്കും. അതെ, മനസ്സുജൻ ആശുപത്രി കിടന്നപ്പം നീയും നിന്റെ അമ്മയും കൂടെ ഓറഞ്ചും കൊണ്ട് വന്നതല്ലേ? ആ ഓറഞ്ച് തിരിച്ചു കൊടുക്കാൻ വന്നതായിരിക്കും. എന്റെ അമ്മയുടെ വയ്യാത്ത അവസ്ഥ കണ്ട് ആനന്ദിക്കാൻ നോണം ഇല്ലാത്ത നക്കികള് തെണ്ടി തിന്നെ നടക്കുന്നു. അന്തസ്സില്ലാത്ത വയലൊരു കുടുംബം. ആ പൊന്നേ, കഷ്ടം. പൊന്നേ, പൊന്നേ, എന്റെ പൊന്ന് എന്തിനാ ഇങ്ങനെ പിണങ്ങി കിടക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോയ മനുഷ്യ. പൊന്ന് വെള്ളി. മൊത്തത്തിൽ എല്ലാരും കൂടെ എന്നെ അങ്ങ് തോൽപ്പിക്കാൻ ശ്രമിക്കുവോ? എന്റെ പൊന്ന് അങ്ങനെ തോറ്റു പോകാൻ ഞാൻ സമ്മതിക്കുവോ? നീ പറയുന്നത് പോലെ നാണം കെട്ടുവര് അങ്ങനെ പലയിടത്തും ചെന്ന് കയറിയെന്നിരിക്കും. അതിന് നീ എന്നോട് എന്തിനാ പിണങ്ങി കിടക്കുന്നത് പൊന്നെ? നമുക്കിടയിലെ സുന്ദരങ്ങളായ നിമിഷങ്ങള് നമ്മൾ എന്തിനാ കളയുന്നത്? എന്റെ പൊന്നൊന്നും ഇങ്ങോട്ട് നോക്കിയേ, ഒരു കാര്യം പറയട്ടെ. ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങൾ പറയും. ഇങ്ങോട്ട് നോക്ക് പൊന്നെ. ഞാൻ പറയാൻ പറഞ്ഞില്ലേ? നമുക്കൊന്ന് പുറത്തു പോയാലോ? പുറത്തു പോവാനോ? ആ ഞാനേ കുറച്ചു ദിവസം കൊണ്ട് പറയണമെന്ന് ഓർത്തതാ. നമുക്കേ ആ തെക്കും ഭാഗത്ത് പുഴയില്ലേ, അവിടെ ഒന്ന് പോയാലോ? ഭയങ്കര രസമാ. സന്ധ്യക്ക് പുഴയുടെ തീരത്ത് പോയിരുന്നാൽ ആഹാ. എന്താ പെട്ടെന്നൊരു തോന്നല്? തെക്കും ഭാഗത്തെ പുഴ. അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് ആലോചിക്കുന്നതാ എന്റെ പൊന്നിനെ അവിടെ ഒന്ന് കൊണ്ട് കാണിക്കണമെന്ന്. നിങ്ങൾക്ക് അങ്ങനെ നല്ല ചിന്തകളൊന്നും വരേണ്ടതല്ലോ. അല്ല ഇപ്പം എന്തു പറ്റി? നിങ്ങളുടെ തലക്കകത്ത് ഇങ്ങനൊരു ചിന്ത വരാൻ? എന്റെ പൊന്ന് മൂഡ് ഓഫ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയല്ലേ. ഇപ്പൊ തന്നെ പൊന്നിനെ അങ്ങോട്ട് കൊണ്ടുപോയി ഈ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറ്റി കുറച്ചു നേരം അവിടെ ഇരുന്ന് എന്നോടുള്ള ഇഷ്ടമൊക്കെ കൂട്ടി നമുക്കങ്ങ് തിരിച്ചു വരാം. നിങ്ങളോടുള്ള ഇഷ്ടം കൂടുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഇഷ്ടം കൂടണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം. എന്താ മതി ഇങ്ങനെ പറയുന്നേ? എന്റെ മതിയുടെ ഇഷ്ടത്തിനല്ലാതെ ഇന്ന് വരെ രവിയേട്ടൻ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ തന്നെ എന്റെ പൊന്നിന്റെ മുഖം വാടിന്ന് കണ്ടപ്പോ തന്നെ ഞാൻ പൊന്നിനെ പുറത്തു കൊണ്ടുപോകാൻ തയ്യാറായില്ലേ? അതൊക്കെ ശരി തന്നെ. അപ്പൊ പിന്നെ എന്താ? എന്നെ ഒന്ന് മനസ്സിലാക്ക്, എന്നെ ഒന്ന് വിശ്വസിക്ക് പൊന്നെ. എന്നിട്ട് എണീറ്റ് പോയി വേഗം റെഡിയാവും. നമുക്ക് പോയി പുഴ കാണാം.
പുഴയിലെ സൂര്യാസ്തമനം കാണാം, വെള്ളച്ചാട്ടം കാണാം. സൂര്യാസ്തമനമൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളതാ കന്യാകുമാരിയിൽ പോയിട്ട്. ആ, കന്യാകുമാരിയിലല്ലേ കണ്ടിട്ടുള്ളൂ, തെക്കും ഭാഗത്ത് കണ്ടിട്ടില്ലല്ലോ. എന്തായാലും പൊന്നൊന്ന് എണീക്ക്. എണീറ്റ് ഒരുങ്ങി ഒന്ന് മിടുക്കിയായിട്ട് വന്നേ. ദേ, ഞാൻ അവിടെ ചെല്ലുമ്പോ നല്ല കാഴ്ചകളൊന്നും അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും കേട്ടോ. മതിയുടെ ജീവിതത്തിൽ മതി കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും നല്ല കാഴ്ചയാ ഇന്ന് മതി കാണാൻ പോകുന്നത്. ധൈര്യമായിട്ട് ഒരുങ്ങിക്കോ. ഈ രവിയേട്ടനല്ലേ പറയുന്നത്? ആ ശരി ശരി. എന്തായാലും നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഒരുങ്ങാൻ പോവാ. തെക്കും ഭാഗമെങ്കിൽ തെക്കും ഭാഗം. ആ, തെക്കോട്ട് തന്നെ. അല്ലേ ഈ പെണ്ണിന് എന്തിന്റെ കേടാ? അവളുടെ അമ്മയുടെ ഭ്രാന്ത് കാണാൻ ചെന്നെന്ന് കരുതി കാണും. പാവം, ശാരദയോട് കളിച്ചപ്പോ ഓർക്കണമായിരുന്നു. എന്റെ അപ്പച്ചമ്മ ഒന്നും മിണ്ടാതിരിക്കേ. മതി വീണ്ടും ഇങ്ങോട്ട് ഇറങ്ങി വരും. നിനക്ക് അവളെ ഇത്രക്ക് പേടിയായി പോയല്ലോടാ, പിണ്ണാക്കുമാടാ. ആ, ജീവനിൽ കൊതിയുള്ളവരെ എല്ലാ ഭർത്താക്കന്മാരും. ആ, നിന്നെ പലപ്പോഴും എനിക്ക് പേടിയല്ലായിരുന്നു. എന്നെ പേടിച്ചാണോ നിങ്ങൾ നാട് വിട്ടു പോയത്? അല്ല, പുതിയ കഥ മെനയുവാ? സംശയം എന്താ? നീ ഏത് സമയത്ത് എന്ത് പ്രതികരിക്കുമെന്ന് ആർക്കറിയായിരുന്നു? ഉയിര് പേടിച്ചാ ഞാൻ നാട് വിട്ടു. എന്റെ വായിരിക്കുന്നത് നിങ്ങൾ കേൾക്കണ്ട കേട്ടോ. എന്റെ ദൈവമേ, നിങ്ങളൊന്ന് നിർത്ത്. ഇപ്പൊ നിങ്ങൾ തമ്മിലായ വഴക്ക്. എടാ, നീ കുറച്ചുകൂടി ധൈര്യമുള്ളവനാവും. എന്നാലേ നിന്റെ ഭാര്യയെ നിനക്ക് നിലയ്ക്ക് നിർത്താൻ പറ്റൂ. പിന്നെ അവൻ നിലയ്ക്ക് നിർത്തി. അവന്റെ ജീവിതമേ നിലയില്ല കയത്തില്ല. അന്നേരമാ നീ അവനെ ചുമ്മാ ഭരിക്കാൻ പോകണ്ട. ഭരിക്കാതെ പിന്നെ ഇപ്പൊ തന്നെ അവള് പിണങ്ങി പോയപ്പോ അവൻ പിന്നാലെ ചിണുങ്ങിക്കൊണ്ട് പോയത് കണ്ടില്ലേ? മതിയുടെ പിണക്കൊക്കെ ഞാനങ്ങ് മാറ്റി. എന്നാ ചെയ്തു നീ? ചതിയുടെ കാല് പിടിച്ചോ അതോ വല്ല സമ്മാനം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞോ? ഞങ്ങളെ ഇപ്പൊ ഒന്ന് പുറത്തു പോവാ, ഒരു ചെറിയ ഔട്ടിങ്. എന്നത്? നിനക്കതൊന്നും അറിയത്തില്ല. പുറത്ത് കാഴ്ച കാണാൻ പോവാന്ന്. ഓ, അത് നിങ്ങൾ എന്നെ കൊണ്ടുപോയെങ്കിലല്ലേ എനിക്കറിയൂ. ഇപ്പൊ കൊണ്ടുപോകാം. പിന്നെ കൊണ്ടുപോകൂ. എടാ നാണമില്ലാത്തവനെ, നീ നിന്റെ ഭാര്യ എവിടേക്കാ കൊണ്ടുപോകുന്നത്? ഞങ്ങളെ തെക്കും ഭാഗം പുഴയും വെള്ളച്ചാട്ടവും കാണാൻ പോവാ. തെക്കും ഭാഗം പുഴയും വെള്ളച്ചാട്ടവും. കഷ്ടം, നിന്റെ ഭാര്യ ഒന്ന് കണ്ണുരുട്ടിയപ്പോ തീർന്നല്ലോടാ നീ. നീ നന്നായി തുടങ്ങിയെന്ന് ഒരല്പം മുമ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിങ്ങ് തിരിച്ചെടുത്ത്. നീ ആണും പെണ്ണും കെട്ടവൻ തന്നെ. കിഴക്കൻ, മണഗുണാഞ്ചൻ, പിണ്ണാക്കുമാടൻ, നൊട്ടനില്ലാത്തവൻ. ഇല്ല, ഇനിയുണ്ട്. കഴുത, പോങ്ങൻ, പോഴൻ, മണ്ടൻ. ഇതൊരു കൂത്ത്. തെറി കേട്ടപ്പോ നീ ഉമ്മ തരുന്നു. അപ്പച്ചമ്മ പറഞ്ഞു, എന്ത് വേണമെങ്കിലും പറഞ്ഞു. മയിലുമോള് വന്നല്ലോ. ഹായ് രവീണ. പെരീപ്പാ, അമ്മ എന്ന വിശേഷം? ഓ, എന്നാ വിശേഷം? ഈ കഴമ്പില്ലാത്താടി അവന്റെ പെണ്ണും പിള്ളയെ വെള്ളച്ചാട്ടം കാണിക്കാൻ പോന്നെന്ന്. വെള്ളച്ചാട്ടമാ? ആ, അതെ. തെക്കും ഭാഗത്തെ വെള്ളച്ചാട്ടം. രവീണ, ഇങ്ങ വാ, ഒരു പേഴ്സണൽ മാറ്റർ. അല്ല മോളെ, നീ കഴിക്കുന്നില്ലേ? ദോ വരേം പെരീപ്പാ. അണ്ണേ വാ. அண்ணே, என்னண்ணே உங்க மனசுல என்னமோ இருக்கு? ഒന്നുമില്ല. എന്റെ ഭാര്യയ്ക്ക് തൊട്ടതിന് പിടിച്ചതിനൊക്കെ ഭയങ്കര പ്രശ്നം, ഭയങ്കര ചൂട്. அதுக்கு പുറത്തൊന്ന് കൊണ്ടുപോകാന്ന് വെച്ചു. അവളുടെ മനസ്സൊന്ന് തണുക്കട്ട്. അല്ലാതെ ഒന്നും ഇല്ലല്ലോ? അല്ലാതെന്ത്? അണ്ണാ, എന്നോട് പോയി சொல்ல വേണ്ട. ഒന്നുമില്ല മൈലമ്മേ. അണ്ണാ, ഞാൻ ഒരു മാറ്റർ சொன்னா நீங்க ശ്രദ്ധയോടെ കേൾക്കുമോ? മൈലമ്മ പറയുന്നത് മാത്ര ഞാനിപ്പോ അനുസരിക്കുന്നത്. മൈലമ്മ പറയുന്നത് പോലെയാ ഞാനിപ്പോ ജീവിക്കുന്നത്. നാളെ അത് കുഴപ്പമായിന്ന് പറയോ? ഒരിക്കലുമില്ല. എന്റെ അമ്മ പണ്ട് പറയുമായിരുന്നു, ഏതൊരാണിന്റെ വിജയത്തിന്റെ പിന്നില് ഒരു പെൺകുട്ടി ഉണ്ടാവുമെന്ന്. അത് ഭാര്യയാവുന്ന ഞാൻ കരുതിയിരുന്നത്. മതിയെ കല്യാണം കഴിച്ചപ്പോ ലോകം കീഴടക്കിയ അഹങ്കാരമായിരുന്നു. വലിയ പണക്കാരി, സുന്ദരി, പഠിപ്പുള്ളവൾ, കാറ്, ബംഗ്ലാവ്, പത്രാസ്. ലോകം കീഴടക്കിന്ന് തന്നെ കരുതി. എന്റെ മാനത്തിന് മതിയും വീട്ടുകാരും വിലയിടുന്നതും എന്നെ ചവിട്ടി അരയ്ക്കുന്നതും പറഞ്ഞിട്ടും അറിയാതെ ഞാൻ നിന്നു. മതി കീ കൊടുക്കുന്ന ഒരു പാവയായി. മൈലമ്മ വന്നതോടെയാ എന്റെ ആത്മാഭിമാനത്തിന്റെ വില ഞാൻ തിരിച്ചറിഞ്ഞത്.
അണ്ണ, പുരുഷനുക്ക് സ്വന്തം ജീവനേക്കാൾ വലുതാണ് അവന്റെ അഭിമാനം. എന്റെ അപ്പ ഷൺമുഖ വലുത് പറയുമായിരുന്നു, അഭിമാനം നഷ്ടപ്പെട്ട പുരുഷൻ പൊണം മാതിരിന്ന്. നാണകത്തില്ലാർ ഇയക്കും മരപ്പാവൈ നാണാൽ ഉയർ മരട്ടി അറ്റ്. തിരുക്കുറലിൽ പറഞ്ഞിട്ടുള്ളതാ. നാണം കെട്ട മനുഷ്യൻ ജീവനോടെ സഞ്ചരിക്കുന്നത് മരപ്പാവയെ പാവക്കൂത്തുകാർ ചലിപ്പിക്കുന്നതിന് തുല്യമാണെന്ന്. നാണം നശിച്ച ജീവൻ പോയതിന് സമമാണെന്ന്. സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുന്നെങ്കിലും അവൻ ജീവനില്ലാത്ത മാംസപിണ്ഡത്തിന് സമം. പുരിഞ്ചതാ? എന്റെ ജീവിത വിജയത്തിന് പിന്നിലെ പെണ്ണ് മൈലമ്മ. നമുക്കിടയിൽ എന്ത് ബന്ധമെന്ന് എനിക്കറിയത്തില്ല. സുഹൃത്തുക്കള്, കൂടപ്പിറപ്പുകൾ. അണ്ണ, ബന്ധത്തിന്റെ വിളിപ്പേരിലല്ല കാര്യം, അതിന്റെ ആഴത്തിലും ആത്മാർത്ഥതയിലുവാ. എന്തായാലും അണ്ണൻ പോയിട്ട് വാ. ആ, ഒരു ടെന്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ പൊന്നെ? ടെന്റോ? ആ, കൂടാരം. കൂടാരോ? നിങ്ങളെന്താ അവിടെ സർക്കസ് നടത്താൻ പോവാണോ ടെന്റ് ഒക്കെ കെട്ടിയിട്ട്? എന്നാ പിന്നെ ഈ വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ടുപോവാം. അതാവുമ്പോ എല്ലാ മൃഗങ്ങളും ആവും. ജോക്കന്റെ സ്ഥാനത്ത് നിങ്ങളുടെ പെങ്ങളും ഉണ്ട്. പോകുന്ന വഴിക്കേ മധുര വീട്ടിലൂടെ ഒന്ന് കേറാം. എന്താ? അല്ല, അവിടെയാണല്ലോ കുട്ടിമണി സിജനും ഒക്കെ. അതാ ഞാൻ പറഞ്ഞേ. അവള് അവിടെ കെട്ടി തീറ്റിക്കുന്നുണ്ട് ഞാൻ. അവര് മധുര വയ്യാതായ അമ്മയെ കാണാൻ പോയതല്ലേ? പിന്നെ കുമ്മയെ കാണാൻ. ഓരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാ പിന്നെ കാണാൻ നല്ല ചേലാണല്ലോ അല്ലേ? ആ അതെ. അല്ലല്ല, നിങ്ങൾ ഉള്ളില് സന്തോഷിക്കുന്നുണ്ടെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ പോട്ടെ, ഇപ്പൊ നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? തെക്കോട്ട്. അല്ല, തെക്കും ഭാഗം പുഴയുടെ തീരത്തേക്ക്. അവിടെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാ വെള്ളം നിറഞ്ഞു കിടക്കുന്ന പുഴയാ. ഓ, ബാക്കി പുഴയിലെല്ലാം എന്താ കരിക്കും വെള്ളമാണോ? ആ, അനുരാഗ കരിക്കിൻ വെള്ളം. വലിയ ശൃംഗാരം ഒന്നും വേണ്ട. കരിക്കും വെള്ളം. ആ, അവിടെ ചെന്നിട്ട് പുഴ കാണാം, ചൂണ്ടയിട്ട് മീൻ പിടിക്കാം. പിന്നെ ഇന്ന് അവിടുത്തെ കോട്ടേജിൽ താമസിക്കാം. രാത്രി നമുക്ക് പുറത്തിരുന്ന് നിലാവ് കാണാം. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ചിതയൊക്കെ കത്തിച്ചു വെച്ചിട്ട്. ചിതയോ? എന്റെ ദൈവമേ, എന്നെ അങ്ങ് കൊല്ല്. എന്റെ മരമണ്ടനായ ഭർത്താവേ, ചിതയല്ല, ക്യാമ്പ് ഫയർ. ക്യാമ്പ് ഫയർ ഫോഴ്സ്. ഫോഴ്സ് ഇല്ല. ഇല്ല, മതി ഇത്ര ഫോഴ്സിൽ പറയാതെ. എന്തായാലും നല്ല രസമായിരിക്കും നമ്മുടെ ഹണിമൂൺ ട്രിപ്പ്. ഹണിമൂൺ കല്യാണം കഴിഞ്ഞ് 2 കൊല്ലം കഴിയുമ്പോഴാ മുതുമൂൺ. നേരത്തെ പോവാത്തത് ഇപ്പൊ എന്റെ കുഴപ്പം കൊണ്ടാണോ? മതിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ? നിങ്ങൾ നിന്ന് ചിണുങ്ങാതെ ഇറങ്ങാൻ നോക്ക്. നമ്മൾ എന്തിനാ ധൃതി പിടിക്കുന്നത്? പുഴയിലെ വെള്ളം വറ്റിപ്പോകത്തൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു ആവശ്യമില്ലാത്ത തമാശ വേണ്ടെന്ന്. ഇറങ്ങാൻ നോക്ക്. എങ്ങോട്ടാ? ഓ, മുടിഞ്ഞ ശകുനം. ഇതിലും ഭേദം കരിമ്പൂച്ചയും മൂർഖൻ പമ്പും കൂടെ ഒന്നിച്ച് കുറുക്കി ചാടുന്നായിരുന്നു. കൊച്ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ചോറ് തന്നല്ലോ. ബിരിയാണി, ചിക്കനും മുട്ടനും മട്ടനും. അല്ല മനുഷ്യ, നമ്മള് ബിരിയാണി സൂപ്പർ ഭക്ഷണമായിരുന്നു. കാശ് മുടക്കാതെ ഓസിന് തിന്നുമ്പോഴേ എല്ലാം നല്ല സൂപ്പർ ആയിരിക്കും. അല്ല, രവിയേട്ടൻ ഇതെങ്ങോട്ടാ? ഞങ്ങളൊരു പിക്നിക്കിന് പോവാണോ? എന്നാ ടെക്നിക്കാ? ആ, എല്ലാവരും ടെക്നിക്ക് തന്നെ. നിന്റെ തന്ത്രം എനിക്ക് മനസ്സിലാവുന്നുണ്ടോടാ. എന്റെ വീട്ടിൽ കേറിയിരുന്ന് എനിക്കെതിരെ പടനീക്കം. അതെ, മനഃപൂർവ്വമാണല്ലേ നീയപ്പോ? അതെ. ഇനി തുടരുന്നീ? അതെ. എന്നെ തകർത്തേ നീ അടങ്ങുള്ളൂ അല്ലേ? അതെ, അതെ. ഞാൻ പറഞ്ഞല്ലോ, വരുന്നുണ്ട് നിന്റെയൊക്കെ കാലൻ. കാലിനെ കണ്ടിട്ടേ ഒരു ഹായ് പറയാതിരിക്കുവാ ഞാൻ. നിന്റെ ഒടുക്കത്തെ ഹായ് ആയിരിക്കും അത്. ഓർത്തു വെച്ചോ നീ. കാലം പോത്തിനെ കൊണ്ടുവരോ? ഓടി എവിടുന്ന്? നീ പോടി.
മതി. എങ്ങോട്ടാ? ആ, വാ, ഒരു കാഴ്ച കാണിച്ചു തരാം. എന്ത് കാഴ്ച? ആ, വാ, അടിപൊളി കാഴ്ചയാ. വാന്നേ. എവിടെ കൊണ്ടുപോകണോ എന്തോ. ആഹാ, എന്ത് മനോഹരമായ സ്ഥലം. അയ്യോ, പിന്നെ കാട്ടുപ്രദേശത്താ കാഴ്ച കാണാൻ കൊണ്ടുവന്നേക്കുന്നത്. കാട്ടുപ്രദേശോ? എത്ര മനോഹരമായ സ്ഥലം ഇത്. മതി. കുന്തം. വല്ല ബീച്ചിലെങ്ങാനും ആയിരുന്നെങ്കിൽ 10 മനുഷ്യരെങ്കിലും കാണായിരുന്നു. വല്ല ഐസ്ക്രീമും മേടിച്ച് കഴിക്കായിരുന്നു. ഞാനേ ഇവിടെ നല്ല കാട്ടുനെല്ലിക്ക പറിച്ചു തരാൻ. മതി. കാട്ടുനെല്ലിക്ക ഞാൻ വല്ല ചീത്ത വിളിച്ച് പറയും കേട്ടോ. നിങ്ങൾ കാട്ടുനെല്ലിക്കയും കാട്ടുകിഴങ്ങും ഒക്കെ തിന്ന് കാട്ടുകുരങ്ങനെ പോലെ തന്നെ അങ്ങ് ജീവിച്ചാ മതി. എന്നെ കൂട്ടണ്ട. ഈ മതിയുടെ ഒരു തമാശ. വാ, നമുക്ക് പുഴയൊക്കെ കാണാം. നല്ല പുഴയാ. ഇതിലും വലിയ പുഴയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പുഴ കണ്ടിട്ടില്ലല്ലോ. ഈ പുഴയ്ക്ക് എന്താ കൊമ്പുണ്ടോ? കൊമ്പല്ല, വാല്. ആ, ഒരു സെൽഫി എടുത്തോട്ടെ. നിക്കുന്നേ. ആ, ഇങ്ങോട്ട് ചേർന്ന് നിക്കുന്നേ. ഇത്തിരി കൂടെ നന്നായിട്ട് ചിരിക്കും പെണ്ണെ. ഇങ്ങനെ മതിയോ? ആ, മതി. ആ, നല്ല അടിപൊളി ഫോട്ടോ അല്ലേ? നമ്മൾ ഒന്നിച്ച് കണ്ട മെയ്ഡ് ഫോർ ഈച്ച് അതർ. അല്ല, നിങ്ങൾക്ക് എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു റൊമാൻസ്? രവിയേട്ടന്റെ മനസ്സിൽ എപ്പോഴും പ്രണയം തന്നെയാ പെണ്ണെ. എന്റെ പൊന്നിനോടുള്ള പ്രണയം ഈ പുഴയിലെ വെള്ളം പോലെ നിറഞ്ഞ് പരന്നൊഴുവല്ലേ. വരുന്നു. എന്തിന്? ശൃംഗരിച്ചതിന്. വേണ്ട സമയത്ത് ശൃംഗരിച്ചിരുന്നെങ്കിൽ 2 വട്ടം ഓക്കാനിച്ചെന്നെ. അല്ല, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. ഇല്ല, നിങ്ങൾ എന്തോ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയല്ലോ. അല്ല, ശൃംഗരിച്ചാൽ ഓക്കാനം മാറുമെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇപ്പൊ മാറണ്ട. മതി, നോക്ക, നമുക്ക് ആ പാറപ്പുറത്ത് പോയി നിൽക്കാം. ഓ, ഞാനെങ്ങുമില്ല. എന്റെ പൊന്നൊന്ന് വാ. അവിടെ പോയി സെൽഫി എടുക്കണമെന്നത് രവിയേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നിങ്ങളെന്താ ഇന്ന് ചത്തുപോകാൻ പോകണോ? ഇത്ര ഭയങ്കരമായ ആഗ്രഹങ്ങളൊക്കെ ഉള്ളോണ്ട് ചോദിക്കോ? മനുഷ്യന്റെ കാര്യമില്ല മതി. ആരൊക്കെ എപ്പോ ചാവുന്ന ആർക്കറിയാം. അതെന്താ അങ്ങനൊരു വർത്തമാനം? എന്റെ പൊന്നു മതി, അങ്ങനെ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എന്റെ അച്ഛന്റെ കാര്യം തന്നെ നോക്ക്. ചുമ്മാ കിണറിന്റെ കരയിലിരുന്നതാ, വീണ് പോയില്ലേ. അമ്മയുടെ കാര്യവും സന്തോഷത്തോടെ ഉറങ്ങാൻ കിടന്നതല്ലേ, പിറ്റേന്ന് ജീവനറ്റ്. അത് നിങ്ങളുടെ പെങ്ങടെ കയ്യിലിരിപ്പുണ്ടോ? കയ്യിലിരിപ്പ് ആരുടെയാണെന്ന് പറഞ്ഞാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചില്ലേ. അവിടെ കേറിച്ചോ. അവിടെ നോക്ക്. പിടിച്ചോ, എന്റെ കയ്യിൽ പിടിക്കും. എന്ത് ഭംഗിയെന്ന് നോക്കു പൊന്നെ. എനിക്ക് തല ഇറങ്ങുന്നത് പോലെ. നിങ്ങളുടെ ഒരു സെൽഫി കുന്തം എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് എടുക്ക്. ഇപ്പൊ എടുക്കാൻ പൊന്നെ. നമുക്കേ ടൈറ്റാനിക്കിലെ ജാക്കിനെ റോസിനെ പോലെ നിൽക്കാം. വാ, നിക്ക്. എന്തെങ്കിലും ഒന്ന് ആവട്ടെ, ഒന്ന് പെട്ടെന്ന് എടുക്ക്. പെട്ടെന്ന് എടുക്കണേ വേട്ടാ. പെട്ടെന്ന് എടുക്ക്. നിനക്കിത് ഞാൻ കരുതി വെച്ചിരുന്നതാ. അവിടെ കിടക്കും. പേഷ്യന്റ് പെയിൻ കുറയുന്നില്ല എന്ന് പറഞ്ഞാൽ മാത്രം ഇഞ്ചക്ഷൻ കൊടുക്കുക. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണേ. കഴിഞ്ഞ ദിവസത്തെ പോലെ ബൾജ് ചെയ്ത് പ്രശ്നമാകരുത്. ഇല്ല ഡോക്ടർ, ആ കുമാരൻകുട്ടിയെ നാളെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. സ്വന്തം റിസ്കിൽ പോവാണെന്ന് എഴുതി തന്നിട്ട് പോകാൻ പറ. അല്ല പിന്നെ. ശരി ഡോക്ടർ. ഡോക്ടർ, മതിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഡോണ്ട് ബി സില്ലി മാൻ.
ഞാൻ എത്ര തവണ പറഞ്ഞു ഒരു കുഴപ്പമില്ല. വൈഫ് നല്ല മയക്കത്തില്ല. അല്പം കഴിയുമ്പോ റൂമിലേക്ക് മാറ്റി. കൊച്ചിന് എന്താ സംഭവിച്ചത്? എന്താ കാണിക്കുന്നത്? ഇതൊരു ഹോസ്പിറ്റലല്ലേ? അയ്യോ, ഞാൻ കരുതി ഇത് പോലീസ് സ്റ്റേഷനാണെന്ന്. എടി പെണ്ണേ, നീ ഇവിടുത്തെ ഡോക്ടറൊക്കെ ആയിരിക്കും, കാര്യം ശരിയാ. പക്ഷേ ഇതുപോലുള്ള 4 ആശുപത്രി നിൽക്കുന്ന നിൽപ്പിൽ മേടിക്കാൻ കഴിവുള്ള ആളാ ഈ ജലജകുമാരി. അറിയോ നിനക്ക്? നീ ഒന്നും മിണ്ടാതിരിക്കേ. സോറി ഡോക്ടർ, ഒന്നും തോന്നരുത്. എന്താ മതികൾക്ക് പറ്റിയത്? ഓരോന്ന് തീരുമ്പോ അടുത്തത് വന്നുകൊണ്ടിരിക്കും. മനുഷ്യൻ ഇവിടെ സ്വസ്ഥത ഇല്ലാന്ന് പറഞ്ഞാൽ മതിയല്ലോ. അച്ഛാ, ഞങ്ങള് തെക്കും ഭാഗത്ത് പുഴ കാണാൻ വേണ്ടി പോയതാണ്. നീ തെക്കും ഭാഗത്തെ പുഴ കാണാൻ പോയതോ അതോ എന്റെ കൊച്ചിനെ തെക്കോട്ട് എടുക്കാനായിട്ട് പോയതോ? നീ ഒന്ന് ബഹളം വെക്കാതിരിക്കേ. നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കത്തക്ക ഒരു സംഭവം ഇവിടെ ഇല്ല. അതെ, മതിക്ക് ഒരു കുഴപ്പമില്ലമ്മേ. മതിക്കൊരു കുഴപ്പമില്ലമ്മേ, നീ മിണ്ടരുത്. മതികലി റൂമിലേക്ക് മാറ്റി ഡോക്ടർ. ഓക്കെ. നീ ഇവിടെ നിൽക്ക. ഞങ്ങളുടെ കൊച്ചിനെ ആദ്യം ഞങ്ങൾ കാണട്ടെ, അത് കഴിഞ്ഞിട്ട് നിന്നോട് ബാക്കി സംസാരിക്കാം. എന്റെ പൊന്നുമോളെ, നിന്നെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കിയോടി. നീ ചുമ്മാ ബഹളം വെക്കാതെ അവളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അവള് റെസ്റ്റ് എടുക്കണോ? പുറത്ത് നിൽക്കുന്ന മറ്റവനെ അറസ്റ്റ് ചെയ്യിക്കണോന്ന് ഞാൻ ഇപ്പൊ തീരുമാനിക്കും. എന്റെ പൊന്നു ജലജെ, നിന്റെ അസുഖം തന്നെ മാറി വരുന്നേ ഉള്ളൂ. നീ ഇങ്ങനെ ഓവർ ഇമോഷണൽ ആവാതെ ഇനിയും പോയി ഭ്രാന്താശുപത്രി കിടക്കേണ്ടി വരും. കിടക്കണെങ്കിലേ ഞാൻ കിടന്നോളാം. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. മോളെ, നീ പറ, എന്താ സംഭവിച്ചത്? എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അമ്മേ. ഞങ്ങൾ അവിടെ ഒന്ന് പുഴ കാണുമായിരുന്നു. പെട്ടെന്ന് എന്ത് സംഭവിച്ചു എനിക്കറിയില്ല. രവിയേട്ടൻ വന്നെന്റെ ദേഹത്തിടിച്ചു. ഞാൻ നിലതെറ്റി പുഴയിലും വീണു. രവിയേട്ടൻ തന്നെ എന്നെ രക്ഷിച്ചത്. നീ കേട്ടല്ലോ, കൊല്ലാനായിരുന്നെങ്കിൽ രവിക്ക് രക്ഷിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? അവനെ ഞാനങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കത്തൊന്നുമില്ല. പേരും കള്ളനവൻ, പേരും കള്ളൻ. ഞാൻ കണ്ടുപിടിച്ചോളാം യഥാർത്ഥത്തിൽ എന്താ നടന്നതെന്ന്. അമ്മ കണ്ടുപിടിക്കണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ. മതികല, ആര് ഓക്കെ? ഓക്കെ ഡോക്ടർ. ഇന്ന് പോവാൻ പറ്റുമോ ഡോക്ടർ? വേണമെങ്കിൽ പോവാം, ബട്ട് ഒരു ദിവസം ഒബ്സർവേഷനിൽ കിടക്കട്ടെ. വെള്ളത്തിൽ വീണതല്ലേ, രാത്രി പനിക്കോ മറ്റോ ചെയ്താലോ? എന്റെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഡോക്ടർ? ഒരു കുഴപ്പമില്ല. 4-5 കവള് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് വൊമിറ്റ് ചെയ്ത് പോവുകയും ചെയ്തു. മതികലയുടെ അമ്മ വിഷമിക്കണ്ട. ഇതൊന്നും മനഃപൂർവ്വം സംഭവിക്കുന്നതല്ലോ. ഒരു വലിയ ദുരന്തം അങ്ങനെ ഒഴിവായി പോയെന്ന് കരുതിയാ മതി. എന്റെ കൊച്ചിനെ മനഃപൂർവ്വം തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതാ ഡോക്ടറെ. അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും അരുത്. ഭാര്യയും കൊണ്ട് ഇവിടെ വന്നപ്പോ രവിയുടെ ടെൻഷനും സങ്കടവും ഞാൻ നേരിട്ട് കണ്ടതല്ലേ. എനിവേ, വൈകിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചാൽ മതി കേട്ടോ. വല്ല പൊടിയരി കഞ്ഞിയോ മറ്റോ. ഓക്കെ, ശരിയെന്ന്. മോളെ, 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 ഞങ്ങള് പലചരക്ക് കട വരെ പോയിരുന്നു. ഇത്തിരി അരി സാധനങ്ങളും മേടിക്കാനായിട്ട്. വനജെ, കൊച്ചിന് കുടിക്കാൻ വല്ലതും എടുത്തു കൊടുക്ക്. കണ്ടില്ലേ ക്ഷീണിച്ചിരിക്കുന്നത്. മോള് വാ. ഇങ്ങ താമ്മ. അമ്മേ, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി കേട്ടോ. എന്തു പറ്റി മോളെ? മതികല പുഴയെ വീണു. അയ്യോ, എന്നിട്ട്? ആശുപത്രിയിലാ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അതിന് ആ കൊച്ചു ആറ്റിലൊക്കെ കുളിക്കാൻ പോവോ? ഇന്നലെ രവിയുടെ കൂടെ പുഴ കാണാൻ പോയതാ. എന്താ പെങ്ങളെ, ആരാറ്റിപ്പോയെന്നാ പറഞ്ഞത്? വയലോരം വീട്ടിലെ മതികല പുഴയെ പോയെന്ന്. ഇന്നലെ വൈകിട്ട് ഭർത്താവിന്റെ കൂടെ പുഴ കാണാൻ പോയതാണ്. പുഴയും കണ്ടു, വെള്ളവും കുടിച്ചു. കൊള്ളാം. അവളെ സ്വഭാവം വെച്ച് അവളെ മുതല പിടിക്കേണ്ടതായിരുന്നു. ഒരാള് വയ്യാതെ കിടക്കുമ്പോ ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മാമ്മേ. ഈ വല്യാണ്ണൻ ചില സമയത്ത് കണ്ണും മൂക്കുമില്ലാതെ സംസാരിച്ചു കളയും. ആ പെണ്ണിന്റെ കാര്യത്തിൽ എനിക്ക് കണ്ണുമില്ല, മൂക്കുമില്ല, ചെവിയുമില്ല, ഒന്നുമില്ല. അവൾക്ക് കിട്ടാനുള്ളത് ഓരോന്നായി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. വല്യണ്ണന് കാപ്പി എടുക്കട്ടെ? മോളെ, കാപ്പി വേണ്ട.
മോരും വെള്ളം എടുത്താൽ മതി. ആ ശരി, കൊണ്ടുവരാം. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ പിന്നെ ഇവിടെ അല്ലയോ. ആ അത് ശരിയാ. നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ ഇരിക്കാനല്ലേ ഉള്ളു കുഴപ്പം. ഞാൻ എന്റെ പെങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നത് നിനക്കെന്താ സൂക്കേട്? അയ്യോ, എനിക്കൊരു സൂക്കേടും ഇല്ലേ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താടാ ഇത്? കുറച്ച് പുഴമീനാ. ഇതെവിടുന്നാടാ പുഴമീൻ? പുഴമീൻ അങ്ങ് പുറംകടലിന്ന്. പുഴമീൻ പുഴയെന്നാണെന്ന് എനിക്കറിയാം. നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാ ചോദിച്ചത്. നമ്മള് 4-5 പേര് ചേർന്ന് തോട്ടയിടാൻ പോയി. നമ്മുടെ രുദ്രക്കയത്തിലെ. നകുലേട്ടാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പൊ മീന് കൊണ്ടുവന്ന നന്നായി. നിനക്കാ വൈറ്റ് ഭാഗ്യം. ഞാൻ മീൻ കൂട്ടാനായിട്ടൊന്നും ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് തിരിച്ചു പോകും നകുലേട്ടാ. എന്നാ ഒരു 3-4 വെട്ടി കഴുകി ഉപ്പിട്ട് കൊണ്ടുപോടി. അവിടെ ചെന്നിട്ട് വെക്കാലോ. നിന്റെ ബാലേട്ടന് കൊടുക്കാം. ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ, ഒരു ഗ്ലാസ് മോരും വെള്ളം കിട്ടിയാ കൊള്ളാം. കേട്ട് ഇന്നലത്തെ കെട്ടിറങ്ങാനല്ലേ ഒടിക്ക്. ഞാൻ എന്റെ വായിലോട്ടല്ലേ കള്ളൊഴിക്കുന്നേ, നിങ്ങളുടെ തലയിലോട്ടൊന്നുമല്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. എന്തായി നകുലേട്ടന്റെ കല്യാണാലോചനയൊക്കെ? ഞാൻ ചോദിക്കാത്തോണ്ടാണോ പറയാത്തെ? കെട്ടണോടി, സമയം കിടക്കല്ലേ. സമയം അങ്ങ് നീണ്ടു പോകും നകുല. അത് പറഞ്ഞ എവന് മനസ്സിലാകണ്ടേ? നിങ്ങൾ വലിയ വർത്താനമൊന്നും പറയണ്ട കേട്ടോ. എന്റെ കാര്യത്തെ നിങ്ങൾക്ക് എത്ര ഉത്തരവാദിത്തം ഉണ്ടായിരുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ തന്ത ഞാനല്ലാന്ന് വരെ നീ പറഞ്ഞു കളയും. അതാ എനം. ഞാൻ ഇവിടെ ശരിയാവത്തില്ല. ഞാൻ പോവാ. ഇങ്ങനെ ചുമ്മാ ചൊറിഞ്ഞോണ്ടിരിക്കും. നകുല, ഊണ് കഴിക്കാൻ വരത്തില്ലേ? ഊണ് കഴിക്കാൻ വരും. പിന്നെ നിനക്ക് കാശ് വല്ല വേണോടി? വേണ്ട നകുലേട്ടാ. എടാ, എനിക്കൊരു 500 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. തന്നെത്താൻ അധ്വാനിച്ചങ്ങ് ഉണ്ടാക്കിയാ മതി. നീ ഇന്നാളിതുപോലെ എനിക്ക് കാശ് തരായിരുന്നപ്പോഴാ നിന്റെ വണ്ടി പണിയായത്. എന്റെ ദൈവമേ, ഇങ്ങനെ നാക്കെടുത്ത് വളച്ചു. 500 രൂപയുണ്ട്. പിന്നെ ആ ശാപം ഒന്ന് പിൻവലിച്ചേക്കണേ. അയ്യോ, ഞാനൊന്നേ കവല വരെ പോയിട്ട് വരാം. ചായക്കടയിൽ ഇത്തിരി പറ്റ് തീർക്കാനുണ്ട്. പിന്നെ വല്യണ്ണന് നകുലിന്റെ കൂടെ പോയാ പോരായിരുന്നോ? അത് ശരിയാകത്തില്ല. കള്ളിഷാപ്പിൽ കയറുന്നത് നകുലേട്ട കാണുമല്ലോ അല്ലേ? നീ പോണേ. മോളെ, നീ ഇവിടെ ഇരിക്കെ, ഞാൻ പെട്ടെന്ന് ഊണ് റെഡിയാക്കാം. അമ്മേ, ഊണ് കഴിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല അമ്മേ. ബാലേട്ടൻ ഉച്ചയ്ക്ക് എത്തുന്നതിന് മുമ്പ് എനിക്ക് അങ്ങ് ചെല്ലണം. എന്നാലും നീ ഒന്നും കഴിക്കാതെ പോവാന്ന് വെച്ചാ വയറു വിശന്നിരിക്കേണ്ട സമയമാണോ ഇത്? അമ്മേ, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. മനസ്സിന് ഒരു സ്വസ്ഥതയില്ല. ബാലേട്ടന്റെ കാര്യം ഓർക്കുമ്പോ ഒരു മനസ്സമാധാനവും ഇല്ല. എന്റെ കുഞ്ഞെ, നിന്റെ അതേ അവസ്ഥ തന്നെയാ എനിക്കും. ഓരോ നിമിഷവും നിന്നെപ്പറ്റി ഓർത്ത് ഉരുകുക ഞാൻ. വിശ്വാസത്തിന്റെ കാര്യത്തിൽ ജ്യോതിഷികൾ പറയുന്നതല്ലേ നമുക്ക് കേൾക്കാൻ പറ്റൂ. അസുഖത്തിന്റെ കാര്യത്തിൽ ഡോക്ടർമാര് പറയുന്നതും. ആരെന്ത് പറഞ്ഞാലും എന്ത് വിശ്വാസമാണെങ്കിലും മനസ്സിന് സ്വസ്ഥതയില്ല. അത് മാത്രം അറിയാം. എന്റെ ജാതകം ഇങ്ങനെയൊക്കെയാന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനമ്മ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്? ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എനിക്ക് ഒരു കുടുംബജീവിതം ഇല്ലാതാകുമായിരുന്നുള്ളൂ. മോളെ, ഇപ്പൊ ഞാൻ മൂലം മറ്റൊരാളുടെ ജീവിതം കൂടി തകരുവാണല്ലോ എന്നുള്ള കുറ്റബോധം എനിക്ക്. ഒരു ജീവൻ ഞാൻ കാരണം നഷ്ടപ്പെടുവാണല്ലോ എന്നുള്ള വേദന എനിക്ക്. എന്റെ മരണത്തെക്കാൾ 1000 മടങ്ങ് ഭീകരമല്ലേ അമ്മേ ഞാൻ കാരണം മറ്റൊരാൾ മരിക്കേണ്ടി വരുന്നത്? എന്റെ മോൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. സ്വന്തം മകള് കല്യാണപ്പുടവ് എടുത്ത് നിൽക്കുന്നത് കാണണമെന്നുള്ളത് ഏതൊരു അമ്മയുടെയോ ആഗ്രഹമാണ്. ഞാനും അതേ ചിന്തിച്ചുള്ളൂ, ആഗ്രഹിച്ചുള്ളൂ. അതിന് ദൈവം ഇങ്ങനെ ശിക്ഷിക്കുമെന്ന് കരുതിയില്ല. ശിക്ഷിക്കട്ടെ. ദൈവത്തിന് ശിക്ഷിച്ച് രസിക്കാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ? നമുക്ക് പറ്റാവുന്ന അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കാം ബാലന്റെ ആയുസിനു വേണ്ടി. ബാലന്റെ എല്ലാ പക്കപ്പിറന്നാളിനും ബാലന്റെ പേരില് മൃത്യുഞ്ജയ ഹോമം നടത്തുകയും ചെയ്യാം. ബാലറ്റിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ. മോളെ, നീ എന്താ ഈ പറയുന്നതും ചിന്തിക്കുന്നതൊക്കെ? ഞാൻ കാരണം ബാലറ്റിന് ഒരപകടം സംഭവിക്കുന്നത് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അമ്മേ. ഞാൻ അകന്നു പോകുമ്പോ ബാലറ്റിന്റെ ജീവിതത്തിലേക്ക് ഇന്ദു തിരിച്ചു വന്നേക്കാം. എനിക്കത്
താങ്ങാവുന്നതിലും അപ്പുറവാ. എങ്കിലും ഞാൻ സഹിക്കും. ബാലേട്ടന്റെ ജീവന എനിക്ക് എന്റെ സന്തോഷത്തെക്കാളും വലുത്. മോളെ ഓ എന്താ മോളെ? അതെ, കൊച്ചേച്ചി ഇന്ന് വരുമെന്ന് പറഞ്ഞു. കൊച്ചേച്ചി ഇന്ന് വരും. വന്നു കഴിഞ്ഞാൽ ഇവിടെ പഴയതുപോലെ ഭരണം തുടങ്ങും. ഇവിടെ ഒരു ഭരണവും തുടങ്ങത്തില്ല. കൊച്ചേച്ചി ആവശ്യത്തിന് വെള്ളവും കുച്ച് മീനയും തിന്ന് തവളയും തിന്നിട്ടാ വരുന്നത്. ഇനി നീ വഴക്കിനുള്ള വഴി കിട്ടി. അവൾ ആറ്റി വീണു എന്നുള്ളത് നേരാ. എന്ന് വെച്ച് മീൻ തവളയൊന്നും തിന്നിട്ടില്ല. ആറ്റില് വീണവരൊക്കെ മീനും തവലയും ഒക്കെ വീങ്ങാറുണ്ട്. അതൊക്കെ എനിക്കറിയാം. പണ്ടേ നോക്കൂ, പണ്ട് മൂന്നൂട്ടൻ ആറ്റി പോയപ്പോ പറഞ്ഞല്ലോ 3 മീനിനെ തിന്നു 3 പരാലിനെ. പരാലല്ല പെണ്ണെ, വരാൽ. അത് തന്നെ, അതിനെ തിന്നതാ. അതെ, കൊച്ചേച്ചി വന്നാൽ ഞാൻ ചോദിച്ചു, എങ്ങനെയാ ആറ്റി വീണത്, എങ്ങനെയാ മുങ്ങിയത്, ആറ്റിന്റെ അടിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു താമസം എന്നൊക്കെ ചോദിച്ചു. നിനക്ക് വേറെ ഒരു പണിയില്ലേ പെണ്ണെ? അവള് വന്നു കയറിയ പാടെ അടുത്ത വഴക്കിനുള്ള വഴി ഉണ്ടാക്കുവാണോ? വന്നല്ലോ. വാ പെണ്ണെ. എന്തെങ്കിലും ചിരിക്കുന്നേ? ഒരുമാതിരി ആക്കി ചിരി. എന്റെ കൊച്ചേ, നീ ഇപ്പൊ ഒരു ആശുപത്രി കേസ് കഴിഞ്ഞ് വന്നതില്ലേ? ചാടിക്കേറി വഴക്കുണ്ടാക്കാൻ നിൽക്കാതെ. ഞാൻ ആശുപത്രിയിലായിരുന്ന എന്റെ കളിയാക്കലായിരുന്നു ആ ചിരി. ഞാൻ കളിയാക്കിയതല്ല, നിന്റെ ഇറക്കവും അവശതയും കണ്ട് ഞാൻ അറിയാതെ ചിരിച്ചു പോയതാ. അല്ല, നിന്നെ ഇങ്ങനെ അവശതയായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണല്ലോ. അതുകൊണ്ട് അറിയാതെ അങ്ങ് ചിരിച്ചു പോയതാണേ എന്റെ പൊന്നോ. അപ്പച്ചമ്മേ, അപ്പച്ചമ്മ ചുമ്മാ ചിരിക്കണ്ട. എന്റെ പൊന്ന് ഇത്രയും നേരം ആശുപത്രി കിടന്നിട്ട് വന്നതാ. നീ നിന്റെ പൊന്നിനെ നോക്കിയാ മതി, എന്നെ പഠിപ്പിക്കാൻ വരണ്ട. അച്ചിക്കോന്തൻ അവന്റെ ഒരു പൊന്ന്. അല്ല, 6 കാണാൻ പോയോളൂ കുന്തള ചാറ്റി ചാടി ഞങ്ങളെന്താ വേണം? തലയും കുത്തിക്കണം. കൊച്ചേ, നിനക്കിപ്പോ ശരിക്കും ഭേദമായോ? ഭേദമായില്ലെങ്കിൽ എന്താ നിങ്ങൾ ഭേദമാക്കി തരൂ? അതല്ല, ഭേദമായില്ലെങ്കില് അത്രയും ദിവസം ഇവിടെ സമാധാനം കിട്ടുമല്ലോ എന്ന് ആലോചിച്ചു പോയതാ. അല്ല പിന്നെ പെണ്ണെ, നിനക്കുൾപ്പെടെ ഒരു ധാരണയുണ്ട് ഞാൻ ആറ്റി വീണ ഉടനെ അങ്ങ് തീർന്നു. ആ ധാരണ വേണ്ട കേട്ടോ. മതികലയ്ക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. ഞാൻ 4 കവിള് വെള്ളം കുടിച്ചേ ഉള്ളൂ. മതി, 4 അല്ല 8 കവിള് വെള്ളം എന്നാ ഡോക്ടർ പറഞ്ഞത്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യ. ഞാൻ 8ഓ 16ഓ കുടിക്കും. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞാൻ 4-5 കവിള് വെള്ളം കുടിച്ചു. അത് അതുപോലെ തിരിച്ചു തുപ്പുകയും ചെയ്തു. അതിന്റെ പേരില് മതികല അങ്ങ് ഉടഞ്ഞു പോയെന്ന് കരുതണ്ടാരും. മൂർഖൻ പാമ്പ് പത്തി വിരിച്ചു നിന്ന് കൊത്തിയിട്ട് നേരെ നിന്നവളാ ഈ മതികല. ഓ മതികലയ്ക്ക് ഇതൊന്നും ഒന്നുമല്ല. മനസ്സിലായോ? കേറി വാ മനുഷ്യ എങ്ങോട്ട്. കോലങ്ങൾ കണ്ടോണ്ട് നിക്കാതെ മാറങ്ങോട്ട്. നിനക്കിത് ഒന്നുമില്ല അല്ലടി, ഇതിലും വലുത് വരുന്നുണ്ട്. കൊച്ചിപ്പോ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളു വല്യണ്ണ. ഞാൻ വഴിക്ക് വെച്ച് കണ്ടായിരുന്നു. ബസ് കയറ്റി വിട്ടേച്ചാ ഞാൻ വരുന്നത്. ആദ്യം കേറി ആ പാവം ഇങ്ങോട്ട് വന്നത് വല്യണ്ണ. ബാലന്റെ കാര്യം ഓർത്തിട്ട് അവക്ക് ഒരു മനസ്സമാധാനവും ഇല്ല. ദൈവം വിധിക്കുന്നത് എന്തായാലും അത് അങ്ങനെ വരട്ടെ എന്ന് സമാധാനിക്കാനല്ലേ നിവൃത്തിയുള്ളൂ. സ്വന്തം ഭർത്താവിന്റെ കാര്യത്തില് അങ്ങനെ സമാധാനിക്കാൻ പറ്റുമോ വല്യണ്ണ? എന്നെ പോലെ എന്റെ കുഞ്ഞും വിധവയാകുന്നത് എനിക്ക് സഹിക്കുമോ? നമുക്കെന്ത് ചെയ്യാൻ പറ്റും പെങ്ങളെ? നീറാണോ നമ്മൾ ഞെരടിച്ചാവാൻ? ആരെങ്കിലും ഒക്കെ കൂടെ പോയി ഒന്ന് കാണണ്ടേ വല്യണ്ണ? വേറെയും എന്തെങ്കിലും പരിഹാരങ്ങൾ ഉണ്ടോന്ന് നോക്കണം. എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ കൊച്ചിന്റെ കാര്യമല്ലേ, അവളുടെ കണ്ണ് നനയരുത്, അത്രയേ ഉള്ളൂ. നമുക്ക് ബാലിനോടെല്ലാം അങ്ങ് തുറന്നു പറഞ്ഞാലോ? അത് വേണ്ട പെങ്ങളെ. അത് ചിലപ്പോൾ നമ്മൾ കരുതുന്നതിന്റെ വിപരീത ഫലമേ ചെയ്യൂ. ജോൾസിനെ പോയി കണ്ട് ആവശ്യമില്ലാത്ത ടെൻഷൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അവൻ എന്നെ ചീത്തയായിരുന്നു. പുറമേ അത് കാണിക്കുന്നില്ലെങ്കിലും നകുലിന്റെ ഉള്ളിലും പേടിയും വിഷമവും ഒക്കെ ഉണ്ട്. സീതമോൾക്ക് വേണ്ട ധൈര്യം നീയും കൊടുത്താൽ മതി. ദൈവം കൈവിടത്തില്ല എന്ന ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഒന്നും കൈവിടത്തില്ല. അങ്ങനെ സമാധാനിക്കുക ഞാനും. വല്യണ്ണ,
ഊണെടുക്കട്ടെ. കൊച്ചു പോയ വിഷമത്തില് ഞാനും കഴിച്ചില്ല. ആ കുറച്ച് ചോറ് മതി. ഷുഗർ ഉള്ളതല്ലേ, കഴിക്കാതിരിക്കുന്ന എങ്ങനെയാ? ഈ ജാതകം വല്ലാത്തൊരു സാധനം തന്നെ. മനുഷ്യ കണക്കെല്ലാം കൂട്ടി ശരിയാക്കിയോ? ഓ ശരിയായിക്കൊണ്ടിരിക്കുന്നു. എന്താ ഒന്ന് കൂട്ടി തരുവോ? എനിക്ക് കൂട്ടാനൊക്കെ അറിയാം. കണക്ക് കൂട്ടാനേ നമ്മുടെ കയ്യില് 15 വിരലില്ലേ? കയ്യിൽ 15 വിരലോ? ആർക്ക്? നമ്മുടെ 2 കയ്യിലായിട്ട് 15 വിരലില്ലേ മനുഷ്യ? നോക്ക് നോക്ക്. 1, 2, 10, 18, 9, 15. അടി ഞാൻ ഈ 15 വിരൽ അങ്ങോട്ട് മടക്കി അങ്ങ് കൂട്ടിയാ മതിയെന്നേ. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഷാറുമാര് പപ്പിച്ചെന്നതേ. പിന്നെ എനിക്ക് വേറെ ഒരു ബുദ്ധി അറിയാൻ മനസ്സിലാണോ? എന്താണാവോ അങ്ങേക്ക് അറിയാവുന്ന വേറൊരു ബുദ്ധി? നമ്മുടെ ഈ കയ്യിലെ വിരല് തികയാതെ വന്നാല് നമ്മുടെ കാലിൽ ഒരു 13 വിരലില്ലേ? ഈ 2 കാലിലും കൂടെ. കാലില് 13 വിരലോ? അല്ലല്ല, ഒരു കാലിൽ 13, ഒരു കാലില് 13, അങ്ങനെ 2 കാലിലും കൂടി 12. അങ്ങനൊക്കെ നമുക്ക് കണക്ക് കൂട്ടി പഠിച്ചാം. 13 കൂടെ കൂട്ടിയ 12 അല്ലേടി? എടി നീ എന്നെ കണക്ക് കൂട്ടാൻ പഠിപ്പിക്കണ്ട, തെറ്റിക്കാതിരുന്നാ മതി. ഒറ്റ കുത്തു വെച്ചാലും കേട്ടോ. അവനൊരു ബുദ്ധി വന്നു കൊടുത്തപ്പോ എനിക്ക് തങ്കു പറയുന്നത് വരും. എന്ത് തങ്കു? വലിയ പാപ്പിച്ചില്ലായിരുന്നോ നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്താ അവർ നമ്മളോട് തങ്കു എന്ന് പറയുന്നു, ഇല്ല നമ്മളെ തങ്കു എന്ന് പറയാനെന്ന്. ഓ താങ്ക് യു. ശരി, ഇത്രയും വലിയ ബുദ്ധി പഠിപ്പിച്ചതിന് താങ്ക് യു. എടി ഈ ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്നാ ചാക്കോ മാഷ് പറഞ്ഞിട്ടുള്ളത്. ഏത് ചാക്കോ മാഷ്? അത് ശരിയാ. സിനിമ കാണാത്ത നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എടി അങ്ങനെ ഒരു മാഷുണ്ടായിരുന്നു സിനിമയ്ക്കകത്ത്. ആ മാഷ് പറഞ്ഞതാ ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന്. അതുകൊണ്ടേ കണക്കിന്റെ കാര്യത്തിൽ നീ അഭിപ്രായം പറയരുത് കേട്ടോ. പിന്നെ മനസ്സില കൊച്ചേച്ചി ആശുപത്രിന്ന് വന്നു. പിന്നെ കൊച്ചേച്ചി ആറ്റില് വീണു, ഒത്തിരി വെള്ളം കുടിച്ചു, പിന്നെ മീനെ പിടിച്ചു. അപ്പൊ കൊച്ചേച്ചി വയക്കൊണ്ടാക്കി. കുട്ടു, ആർക്കെങ്കിലും വയ്യാതായാൽ നമ്മൾ കളിയാക്കാനൊന്നും പോകരുത് കേട്ടോ. ഞാൻ കളിയാക്കി ഒന്നും അല്ല. എനിക്ക് എന്തായാലും വയ്യായി വന്നാ കൊച്ചേച്ചി കളിയാക്കുമല്ലോ. എടി കൊച്ചേച്ചിക്ക് ആളുകളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇടപെടണമെന്നും അറിയത്തില്ല. പൈസയുടെ അഹങ്കാരം മാത്രമുള്ള ഒരു പെണ്ണാണ് അവര്. അവരെ പോലെ നീ പെരുമാറരുത്. കുട്ടു നല്ല കുട്ടിയല്ലേ? ഞാൻ നല്ല കുട്ടിയാന്ന് മനസ്സിലൂടെ. ഞാൻ കളിയാക്കൊന്നുമില്ല. കൊച്ചേച്ചി പാമ്പ് വെച്ചപ്പോ ഞാൻ പാട്ടിച്ചല്ലേ ചെയ്തത്? ഞാൻ പാട്ടിച്ചല്ലേ രക്ഷപ്പെട്ടല്ലോ. ചെയ്ത കാര്യങ്ങളുടെ കണക്കും വിളിച്ചു പറയരുത്, അതും നല്ല കാര്യമല്ല കേട്ടോ. പിന്നെ കണക്ക് പറയുന്നു. കണക്കിനെ പറ്റി മിണ്ടല്ലെന്ന് മനുഷ്യനല്ലേ പറഞ്ഞേ? അതല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താൽ അത് വിളിച്ചു പറയുന്നത് നല്ല സ്വഭാവമല്ല കേട്ടോ. അത്ര തന്നെ. 2350 അവിടുന്ന് വാങ്ങി. അതിന്റെ കൂടെ 850 കൂടി ചേർന്നാൽ നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കും. കണക്ക് തെറ്റിക്കുന്നോടി. ഇവള് എടി സൂക്ഷിച്ചു പോ. ഇവളുടെ ഒരു കാര്യം. 2350 കൂടെ 850 കൂട്ടിയാൽ 350. അയ്യോ എനിക്കും തെറ്റിയല്ലോ. എന്റെ പൊന്നെ, എന്തൊക്കെ നേർച്ചകളാ ഞാൻ നേർന്നെന്ന് അറിയൂ? എന്തിന്? ഞാൻ ആശുപത്രി കിടന്ന് ചാവാൻ വേണ്ടിട്ടോ? എന്റെ പൊന്നെ, ഇങ്ങനൊന്നും പറയല്ലേ. മതിയുടെ അമ്മ എന്നെ എന്തൊക്കെ ആശുപത്രിയിൽ വെച്ച് പറഞ്ഞെന്നറിയാവോ? പറഞ്ഞെങ്കിലേ കണക്കായിപ്പോയി. എന്നെ പുഴ കാണിക്കാം, മാറ് കാണിക്കാം, തോട് കാണിക്കാം എന്തു പറഞ്ഞു കൊണ്ടുപോയി വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയിട്ട്. ഞാൻ മതി കൊല്ലാനൊന്നും നോക്കിയില്ല. അവിടെ സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പിന്നെ നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ഞാൻ വെള്ളത്തിൽ വീണതും വെള്ളം കുടിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർക്കാതെ പിന്നെ ഞാനല്ലേ വെള്ളത്തിൽ ചാടി പൊന്നിനെ രക്ഷിച്ചത്. ഓ, ഡോക്ടർ പറഞ്ഞത് ഓർത്താ ഇപ്പോഴും മേല് പെരുക്കും. എന്നാ ഡോക്ടർ പറഞ്ഞു? കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞു. എന്റെ മതി, എന്തിനാ നീ എന്നെങ്ങനെ വിഷമിപ്പിക്കുന്നേ?
ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാ കൊണ്ടുവരാൻ അല്പം താമസിച്ചിരുന്നെങ്കില് എന്റെ മതി ഈ ലോകത്ത് നിന്ന് അങ്ങ് പോയേരെന്ന്. മോങ്ങണ്ട കാണാൻ ഭംഗിയുള്ള കരച്ചിലായിരുന്നെങ്കിലും വേണ്ടിയില്ലായിരുന്നു. ഞാൻ ഏതെല്ലാം അമ്പലങ്ങളില് എന്തെല്ലാം നേർച്ച നേർന്നെന്നോ. എന്റെ മതിക്ക് ഒരു കുഴപ്പവും പറ്റരുതെന്ന്. എന്റെ മതി എത്രയും വേഗം തിരിച്ചു വരണമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നിങ്ങൾ നേർന്നിട്ടുണ്ടാവും. പക്ഷേ എങ്ങനെയാ ഞാൻ പുഴയിൽ വീണത്? അതെനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല.